ട്രാൻസാക്ഷനാണ്. 1 കോടി രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ ഉണ്ടോ? അന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അത് വരുമോ, അക്കൗണ്ടിലേക്ക് വരുമോ വരില്ലേ എന്ന് ചോദിച്ചാൽ അതിനാണ് നമ്മൾ കണക്ക് പഠിക്കേണ്ടത്. വളരെ സിമ്പിളായിട്ട് ഞാനൊരു കണക്ക് പറയാം. 10,000 രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുമോ? നിങ്ങളുടെ ഏതെങ്കിലും ഒരു സർവീസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് വിറ്റിട്ട് അതിൻ്റെ പ്രോഫിറ്റായിട്ട് 10,000 റുപ്പീസ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുമല്ലോ. എങ്കിൽ ഇതാണ് ആ കണക്ക്, പിടിച്ചോ. 10,000 രൂപ നിങ്ങൾക്ക് കിട്ടുന്നൊരു സർവീസ് 1000 പ്രാവശ്യം ചെയ്യുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിൽ 1 കോടി രൂപ ഉണ്ടാവും. നേരെ തിരിച്ചു, 1000 രൂപ കിട്ടുന്നൊരു സർവീസ് 10,000 പ്രാവശ്യം സംഭവിച്ചാലും നിങ്ങളുടെ അക്കൗണ്ടിൽ 1 കോടി രൂപ ഉണ്ടാവും. അത്രേ ഉള്ളൂ. വേറെ തരത്തിൽ പറഞ്ഞാൽ 1 ലക്ഷത്തിൻ്റെ ഒരു സർവീസ് 100 തവണ ചെയ്താൽ 1 കോടി രൂപ ഉണ്ടാവും. അല്ലെങ്കിൽ 100 രൂപയുടെ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസ് 1 ലക്ഷം പ്രാവശ്യം ചെയ്താൽ 1 കോടി രൂപ ഉണ്ടാവും. ഏറ്റവും സിമ്പിളായിട്ട് ആലോചിക്കാൻ എളുപ്പത്തിന് പറയുന്നത് ഈ 10,000 × 1000 ആണ്. 10,000 രൂപയൊക്കെ നമ്മളെ കയ്യിലേക്ക് കിട്ടുന്നൊരു സർവീസ് നമുക്കിപ്പോൾ ഒരു അങ്ങനത്തെ ഒരു സർവീസോ പ്രോഡക്റ്റോ 100 എണ്ണമൊക്കെ നമുക്ക് ആലോചിച്ചാൽ കിട്ടില്ലേ. എങ്കിൽ അതിൻ്റെ ഒരു 10 ഇരട്ടി വർക്ക് നമ്മൾ ചെയ്താൽ മതി, 1 കോടി രൂപ നമ്മുടെ കയ്യിലുണ്ടാവും. എല്ലാവരുടെ അക്കൗണ്ടിലും 1 കോടി രൂപയൊക്കെ വരും. പക്ഷെ അതിന് സമയമെടുക്കും. ചിലർക്ക് ഒരു 30-40 വർഷം കൊണ്ടാണ് 1 കോടി രൂപ അക്കൗണ്ടിൽ വരുന്നത്. ചിലവർക്ക് 20 വർഷം കൊണ്ട് വരും, ചിലവർക്ക് 10 വർഷം കൊണ്ട് വരും, ചിലവർക്ക് 5 വർഷം കൊണ്ട്. എല്ലാ വർഷം വരുന്നവരുണ്ടാവും, എല്ലാ മാസവും 1 CR വരുന്നവരുണ്ടാവും, ഡെയിലി 1 കോടി കിട്ടുന്ന ആളുണ്ടാവും. ഒരുപക്ഷെ ഓരോ സെക്കൻഡിലും 1 കോടി രൂപ അക്കൗണ്ടിൽ വരുന്ന അദാനിയും അംബാനിയെ പോലുള്ളവരും ഉണ്ടാവും. ഇതിൻ്റെ പ്രശ്നം 1 കോടി രൂപ വരുമോ എന്നുള്ളതല്ല, എത്ര സമയം കൊണ്ട് വരും എന്നുള്ളതാണ്. നമ്മുടെ അക്കൗണ്ടിൽ വരണം. 10,000 രൂപയുടെ 1000 പ്രാവശ്യം ആവർത്തിക്കുന്ന ഒരു ഇവൻറ്റ് നടന്നാൽ മതി. അത് സ്കില്ലാവാം, പ്രോഡക്റ്റ് ആവാം, അത് എത്രയും പെട്ടെന്ന് തന്നെ നടക്കുകയും വേണം.